ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി. ജനം ടി വി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിൽ നടന്നു. മാവേലിക്കര നഗരസഭ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രസാദ് വൈ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ കെ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ജനം ടി വി സംഘടിപ്പിക്കുന്ന ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി ക്യാമ്പയിൻ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചു. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിൽ കുട്ടികൾക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മാവേലിക്കര നഗരസഭാ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ കാർന്നു നിർന്ന കുഞ്ഞുങ്ങളെ എന്നല്ല, നമ്മുടെ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിയുടെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, ഇതിൻ്റെ ഉറവിടം എവിടെ നിന്ന് ആണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു അവബോധവും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ എല്ലായിടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും ഇതിനൊരു അവബോധമുണ്ടാകുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രസാദ് വൈ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും നൽകി. അതായത് ഒരു വ്യക്തി നന്നാകണമെന്നുണ്ട് എങ്കിൽ ഈ 100% അനുഭവങ്ങളും നന്നാകണം. ഒരു കുട്ടി വയറ്റിലാകുന്ന അതേ നിമിഷം മുതൽ അവരുടെ മാതാപിതാക്കൾ തൊട്ട് പിന്നീട് വരുന്ന സമൂഹം തൊട്ട് ഗുരുനാഥന്മാരും അതുവരെ നമുക്കെന്താണ് ദൈവങ്ങളായിരിക്കണം. അതാണ് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ കെ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഏജ് കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ലൈസൻസ് കയ്യിലെടുക്കാതെ വാഹനം എടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നമുക്കിപ്പം ലൈസൻസ് എടുക്കാനൊരു ഏജ് പ്രായം പറയുന്നുണ്ട് അല്ലേ? എത്രയാ പറയുക? എന്തുകൊണ്ടാണ് ആ പ്രായം അവിടെ പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ആ പ്രായം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കൂ. നിരവധി നമ്മൾ ചിന്തിക്കുന്ന കൂട്ട് 1-2 നിസ്സാരമായ കാര്യങ്ങളല്ല റോഡിലുണ്ടാവുക. അപ്പം ആ കൃത്യമായിട്ട് നമുക്കത് റെസ്പോണ്ട് ചെയ്യുകയും ആക്സിഡൻറ്റ് കൂടാതെ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും പറ്റുന്ന, നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജാണത്, ഏജ് ലിമിറ്റാണ്. അപ്പോൾ ആ ഏജ് അറ്റൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ റോഡിൽ വാഹനം എടുത്തുകൊണ്ട് ഇറങ്ങാവുള്ളൂ. സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി MN ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ B സന്തോഷ്, ജിടെക് സെൻട്രൽ ഡയറക്ടർ സ്മിത S നായർ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം പകരുന്ന കലാപരിപാടികളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പുഴ നീന്തിടാനീ സൗഹൃദം ലഹരി സംഗീതം ജനം ആലപ്പുഴ.